രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ശബരിമല ദർശനമൊക്കെ നടത്തി. വളരെ പരിശുദ്ധനായിട്ടാണ് പാലക്കാട്ടേക്കുള്ള പ്രവേശനം തോന്നുന്നു. ശബരിമല ദർശനം നടത്തിയ പരിശുദ്ധൻ അല്ല, അദ്ദേഹം അയ്യപ്പനൊക്കെ കണ്ട് എന്താണ് പ്രാർത്ഥിച്ചത് നമുക്കറിയില്ല. എന്തെങ്കിലും നമ്മൾ കരുതുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. പുതിയൊരു കന്നി പ്രവേശനം പോലെ. ഇതെങ്ങനെയാണ് ഈ പാലക്കാട്ടേക്കുള്ള ഈ പ്രവേശനം കോൺഗ്രസിനെ ബാധിക്കുക? കോൺഗ്രസിനെ സാരമായി ബാധിക്കും. ഏതാണ്ട് ഇപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കുകയാണ്. കാരണം നിയമസഭയിൽ അദ്ദേഹം ആദ്യത്തെ ദിവസം വന്നിട്ട് പോലും അന്ന് പിന്നെ അനുശോചന ആളുകൾ ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടു പോയ VS മുതൽ നമ്മുടെ വാഴൂർ സോമൻ വരെയുള്ളവർക്ക് അനുസ്മരണം നടത്തിയാണ് സഭ പിരിഞ്ഞത്. അപ്പം അന്ന് പ്രതിഷേധമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അന്ന് പോലും പക്ഷേ റോട്ടിൽ വെച്ച് SFI പ്രവർത്തകർ അത് തടയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി പാലക്കാടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് BJPക്ക് വലിയൊരു സുവർണാവസരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPMനെ സംബന്ധിച്ചും അത് വലിയൊരു അവസരമായിരിക്കും. അദ്ദേഹം പാലക്കാട് ചെല്ലുകയും ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ കേരളത്തിലെമ്പാടും ഒന്ന് യാത്ര നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും CPMനും LDFനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മിക്കവാറും 3.0 പിണറായി വരാനുള്ള വലിയ സാഹചര്യം വരും. വേണമെങ്കിൽ വണ്ടി പറഞ്ഞാൽ പിണറായി വിജയൻ വിട്ടുകൊടുക്കും. ഞാൻ സത്യത്തിൽ ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു, പിണറായി പ്രാർത്ഥിക്കുകയായിരിക്കും. അതായത് പിണറായി പ്രാർത്ഥിക്കും, ദൈവം ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് സഭയിലേക്ക് എത്തണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരാൾ പിണറായി ആയിരിക്കും. കാരണം ഈ പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ച്, അതുപോലെ വിലക്കയറ്റത്തെക്കുറിച്ച്, അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാത്തതിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഇത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ എല്ലാത്തിനെയും ഒരു സൂചി കൊണ്ട് കുത്തി ബലൂൺ എന്ന പോലെ കാറ്റ് വിടാൻ പറ്റുന്ന ഏക കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചെല്ലുന്നത് നന്നായിരിക്കും. അതിനുശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ പാലക്കാട് മാത്രം നോക്കണ്ട, തൃശ്ശൂരും പാലക്കാടും അതിനുശേഷം കോഴിക്കോടും പിന്നെ വയനാടും ഒക്കെ ചെന്നാൽ കുറച്ചുകൂടി ഭംഗിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോഴിക്കോടൊക്കെ ഏതാണ്ട് മറ്റേ ഒരു 10-25 കൊല്ലമായി കോൺഗ്രസിൻ്റെ ഒരു MLA പോലും കിട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ സുഖമായിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ ഇതുകൊണ്ട് സംഭവിക്കാൻ പോണ എന്താന്ന് ഗൗതത്തിനോട് പറഞ്ഞുതരാം. അല്ല, എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേടനടക്കം ഇപ്പം ജയിലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പിന്നീട് വന്നിട്ട് വേദിയിലൊക്കെ പങ്കെടുത്ത് പാട്ട് പാടി. ഞാൻ എവിടെയും പോയിട്ടില്ല കേട്ടോ കൂട്ടുകാരെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പേടിക്കുന്നത്? വേദന ചെയ്ത ഗ്രീവിയൻസ് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേടനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരുപോലെ ഗൗതം കാണുന്നുണ്ടെങ്കിൽ ഗൗതം വേണമെങ്കിൽ ഗോവിന്ദച്ചാമി ചെയ്തത്ര കുഴപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ലെന്ന് കൂടി പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഭംഗിയാണ്. കാരണം അങ്ങനെയാണ് ഗൗതം കമ്പയർ ചെയ്യേണ്ടി വരുന്നത്. ആ കമ്പയർ ചെയ്യേണ്ടി വരുന്നത് കേരളത്തിലെ ഒരു MLA കുറിച്ചാണ്. ആ MLA കുറിച്ച് ഇത് കമ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു പരാതി പോലുമില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ കുറേ യൂട്യൂബേഴ്സൊക്കെ കൊടുന്ന് രാവിലെ വൈകുന്നേരവും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷൈൻ ടീച്ചർ കൊടുത്ത പരാതിയുടെ കേസിൽ പോലും ആ കാര്യം പോലും എടുത്തുകൊണ്ട് കണ്ട അവിടെയും കുഴപ്പമാണ് ഇവിടെയും കുഴപ്പമാണ്, അപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ലെന്നാണ്. എൻ്റെ ഒരു ചോദ്യമേ സിമ്പിളായിട്ടുള്ളൂ ഗൗതം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ വന്ന് കുറേ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തല്ലോ, മറ്റേ ചപ്പടാച്ചിയൊക്കെ അടിച്ചല്ലോ. ഈ ചപ്പടാച്ചിയൊക്കെ അടിച്ചപ്പോൾ താങ്കൾ ഇത് ചെയ്തോ ഇല്ലയോ, താങ്കൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഇനി ഏറ്റവും പോട്ടെ, ഇതും പോട്ടെ, റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് റിപ്പോർട്ടർ ചാനലിലെ ഈ പറയുന്ന പോലെ റിപ്പോർട്ടർ റഹീസ് റഷീദ് അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചല്ലോ, ഈ ശബ്ദരേഖ അതായത് ഈ പുറത്തേക്ക് വന്ന വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ ആണോ അല്ലേ? എന്താ മിണ്ടാൻ പറ്റാതെ? വോയിസ് ക്ലിപ്പ് മുഴുവൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. മുഴുവൻ നമ്മൾ കേട്ടിട്ടില്ലെന്ന് പറയണ്ട, ഞാൻ കേട്ടിരുന്നു. പിന്നെ 40 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പാണ്, ആ മുഴുവൻ കേട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം താങ്കൾ അറിയേണ്ടത്, അത് ഡിസ്റ്റോർട്ടഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് ആരാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലേ പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ ചോദ്യം നമ്മൾ കേട്ടോ നമ്മൾ കേട്ടില്ല എന്നുള്ളതൊന്നും അല്ലല്ലോ ഗൗതം. ഗൗതത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്ന് പറഞ്ഞ് ഞാനൊരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് കൊടുന്നു. ഗൗതം ഇവിടെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന അതിഗംഭീരനായി സംസാരിക്കാൻ കഴിയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നാക്കിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പുള്ളി മറ്റേ സംസാരിക്കാൻ പറ്റാത്ത ആംഗ്യമായിട്ട് സംസാരിക്കുന്ന ആളല്ലല്ലോ. പുള്ളി ഭയങ്കരമായി നിന്ന് എടോ വിജയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത് ഇത് തൻ്റെ ആണോ അല്ലേ എന്നുള്ള ചോദ്യത്തിന് പുള്ളിക്ക് മറുപടി പറയാൻ പറ്റാത്ത എന്താണ്? അല്ല, ആണ്. ആര് പറഞ്ഞു? പുള്ളിയുടേതാണ് ആണെന്ന് ആര് പറഞ്ഞു? പൊതുജനം പറയുന്നു. പല പൊതുജനവും പുള്ളിയെ ആക്രമിക്കാനായിട്ട് പറയുന്നത് പൊതുജനമല്ലല്ലോ, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഗൗതത്തിന് ഒരു വോയിസ് ക്ലിപ്പ് വരുമ്പോൾ ഞാനാണെന്ന് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ആകാശാണെന്ന് പറയുന്നു, വേറെ X ആണെന്ന് പറയുന്നു എന്നുള്ളതിന് എന്താ അർത്ഥമുള്ളത്? ഗൗതം എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഗൗതത്തിനോട് ചോദിക്കുന്നു ഇത് നിങ്ങളുടെ ആണോ, അപ്പൊ നിങ്ങളല്ലെന്ന് പറയും. മനസ്സിലായ? നിങ്ങൾ ഇപ്പൊ മുകേഷിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലോ മറ്റു പലരുടെയും കാര്യത്തിൽ അവരൊന്നും ഇതല്ലെന്നാണ് പറയുന്നത്. അവരാ കേസ് കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനല്ലെന്ന് പറഞ്ഞു. ഫൈൻ, നമുക്ക് എന്ത് ചെയ്യാം, അതെങ്കിലും ആശ്വസിക്കാം. ഇത് സത്യത്തില് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും റേപ്പ് ചെയ്തോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തോ? അതാണ് ഗൗതത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യം. അല്ല, ചെയ്തോ? എനിക്കറിയില്ല. വെരി ഗുഡ്. ആ കാര്യം ചോദിച്ചത് നന്നായി. ഗൗതത്തിനെ പോലെയുള്ള ഈ പറയുന്ന പോലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന പണിയെടുക്കുന്ന
ആളുകൾക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു കാര്യം അതാണ്. അതിന് ഉത്തരം ഞാൻ പറയാട്ടാ, ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇടങ്കോലിടാൻ താങ്കൾ ശ്രമിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ കേൾക്കണം. ഈ കേരളത്തിലെ മറ്റേ ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയ മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞാൽ പുള്ളി ചോദിക്കുന്ന ഇതേ ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിനൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ഈ പറയുന്ന പോലെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടുമ്പോൾ പോലും നിങ്ങൾ ഫ്രീ വില്ലോട് കൂടിയായിരിക്കണം ഒപ്പിടണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രലോഭനങ്ങളോ ഭീഷണികളോ ഒന്നുമില്ലാതെ നിങ്ങൾ സ്വമനസാല എന്ത് ചെയ്യണം, ഒപ്പിടണം. ഈ പെൺകുട്ടികളെല്ലാം ഈ പറയുന്ന പോലെ എന്താണ് അവരുമായി റേപ്പ് ചെയ്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ മാത്രം പ്രണയിക്കുന്നുവെന്നും നിന്നോട് മാത്രം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ സ്നേഹം കാണിക്കുന്നു എന്നുള്ള ഈ പറയുന്ന പോലെ മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണത്. ആ മാനിപ്പുലേറ്റഡ് കൺസെന്റ് മേടിക്കുന്ന ആള് കേരളത്തിൽ MLA ആയിരിക്കുന്നു എന്നാണ് പ്രശ്നം. മറ്റ് പലരും ശരിക്കും പറഞ്ഞപ്പോൾ മുകേഷെ കുറിച്ച് പോലും കുറ്റം പറയും. മുകേഷെ കുറിച്ച് പോലും ഞാൻ പറയുന്നത്, മുകേഷ് ഈ പറയുന്ന പോലെ ഫിലിം ഫീൽഡിലായിരുന്നു. അപ്പോൾ അയാൾ ആ ഫിലിം ഫീൽഡിൽ അയാളുടെ ഈ പറയുന്ന പോലെ ഒരു ജോലിയിൽ കിട്ടുന്ന ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് അയാൾ ചെയ്തത്. പക്ഷെ അതുപോലെ പോലുമല്ല ഒരു MLA യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഈ പറയുന്ന പോലെ പ്രിവിലേജ് എന്ന് പറയുന്നത് ജനം കൊടുക്കുന്ന പ്രിവിലേജ് ആണ്. അവൾ ജോലിക്ക് വേണ്ടി കിട്ടിയ പ്രിവിലേജ് അല്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ എന്ത് ചെയ്യുന്നു, ഒരു മറ്റേ SHO ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, ഒരു അസിസ്റ്റന്റ് മാനേജർ ആയിട്ടിരിക്കുന്നു. ഈ പണി ചെയ്താൽ നമ്മൾ ഇത്ര ഗൗരവത്തിൽ എടുക്കൂല. അപ്പൊ ആ ഗൗരവം ആ മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ആളുകൾ നെഞ്ചു പിരിച്ചിരുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റേപ്പ് അല്ലല്ലോ എന്ന് ചോദിക്കുന്നത്. മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് വിധി എഴുതുക? മാനിപ്പുലേറ്റഡ് കൺസെന്റ് അല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് വിധി എഴുതുക എന്നല്ലേ? വെരി ഗുഡ്. ആ ചോദ്യം നല്ല ചോദ്യമാണ്. എൻ്റെ ഉത്തരം കേൾക്കണം. ആ കൺസെന്റ് മാനിപ്പുലേറ്റഡ് കൺസെന്റ് അല്ല എന്നുള്ളൊരു വാദം ഈ സംഭവം നടന്നതിന് ശേഷം 1 മാസത്തിലേറെയായിട്ടും അത് എന്ത് ചെയ്യാത്തതുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്താത്തതുകൊണ്ട്. വളരെ സിമ്പിളാണ്. നാളെ താങ്കൾക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ വേറെ ഇന്ത്യൻ നിയമപ്രകാരമോ ജുഡീഷ്യറി പ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ സാമാന്യ ബോധം വെച്ചിട്ട് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിഷേധിക്കണം. നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് രാഹുലിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറയാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞത് എന്താ? കോടതി പോട്ടെ. പറയാൻ പറ്റൂല. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. പറയാൻ പറ്റൂല. ഇനി ഈ താങ്കൾക്ക് ചെറിയ അമ്നീഷ്യ ബാധിക്കും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ. പക്ഷെ എനിക്കൊരു അമ്നീഷ്യം ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് ഓർമ്മേണ്ട? റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നു. റിനി എൻ്റെ സുഹൃത്താണ്, റിനി പറഞ്ഞത് എന്നെക്കുറിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്. ഒന്ന് ഗൗതം പറഞ്ഞ, പിന്നെ ആരെക്കുറിച്ചാണ് റിനി പറഞ്ഞത്? ഗൗതത്തിനെ കുറിച്ചാണ്. ഗൗതത്തിനെ കുറിച്ചാണ്. ഇന്ന് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ എന്താണ് വേട്ടക്കാരുടെ ഈ പറയുന്ന പോലെ പ്രമുഖരായ വേട്ടപ്പട്ടി, ആ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? പിന്നെ രണ്ടാമത്തെ അവന്തിക, ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. എന്റെ പൊന്ന് ഗൗതം, ഈ പറയുന്ന പോലെ എന്താണ് പിടിച്ചു നിൽക്കാൻ ന്യായീകരണമില്ലാത്ത ഒരാളായിരുന്നു. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. ഈ പറയുന്ന റിനിയെ കുറിച്ച് പുള്ളി പറഞ്ഞത് ശരിയാണോ? റിനി പറയുന്നത് മുഴുവനായിട്ട് സത്യമായിരിക്കുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ റിനി പറയുന്നത് പരിപൂർണ്ണ ഞാൻ പറയുന്നത് മാധ്യമങ്ങളും ഇവിടുത്തെ പൊതുജനങ്ങളും ഒരു കോടതിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ പോക്സോ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞ് വിചാരണ ചെയ്യേണ്ടെന്നേ പറഞ്ഞുള്ളൂ. തിരിച്ചൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം, അതിന് ഉത്തരം പറ. റിനി പറഞ്ഞത് ആരെക്കുറിച്ചാണ്? റിനി പറഞ്ഞത് രാഹുലിനെ കുറിച്ചാണ്. അത് അവര് തന്നെ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടോട് വന്നിട്ട് പറഞ്ഞ എന്തത് ഇത് എന്നെ അദ്ദേഹം പറഞ്ഞെന്താ, ഇത്തരത്തിലുള്ള ഒരാളാണ് ഞാനെന്ന് എന്നെ കുറിച്ചായിരിക്കില്ല ഉദ്ദേശിച്ചത്. അത് ചില ഒരുപക്ഷെ അവർക്ക് മാറിപ്പോയതായിരിക്കും. അതാണെങ്കിൽ നമുക്ക് ആ റിനി പറഞ്ഞത് എന്നെ കുറിച്ചാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് തെറ്റിയോ ശരിയോ തെറ്റിയോ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. റിനി പറയുന്നതിനെ പരിപൂർണമായിട്ടും റിനി പറഞ്ഞതിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ ഇഷ്യൂ ആണ്. ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് താങ്കൾ ആദ്യം കൃത്യമായി സ്ട്രേറ്റ് ആയിട്ട് വാ. അതിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. കാരണം ഇപ്പുറത്തിരിക്കുന്നത് രതീഷ് ചക്രവാളിയാണ്. ഒരു ചോദ്യമുള്ളൂ. റിനി പറഞ്ഞത് എന്നെ കുറിച്ചല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. തെറ്റിയല്ലോ അത്. അത് തെറ്റാണോ? റിനി പറഞ്ഞതിന് എത്ര വിശ്വാസമുണ്ട് അതവിടെ നിൽക്കട്ടെ. റിനി പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചല്ല എന്ന കള്ളമാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ. അറിയില്ല, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറയാം.
അയാൾ അങ്ങനെ ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തും അല്ല ഒരു മിനിറ്റ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തും പറയാം അതൊക്കെ അല്ല ഒരു മിനിറ്റ് അപ്പൊ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിചാരിക്കുന്നത് ഇത് ഈ പറയുന്ന പോലെ റിനി പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അല്ല എന്നാണ്. ഞാൻ രണ്ടും വിശ്വസിക്കുന്നില്ല. പരിശോധന വരണം, കൃത്യമായിട്ടുള്ള പരിശോധന വരണം. ഞാൻ റിനിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. എന്റെ പൊന്നു സുഹൃത്തെ, റിനിയെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല എന്ന് വിട്. ഞങ്ങള് റിനിയെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വിട്. അതെന്റെ ടോപ്പിൽ പറയാതെ അത് പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് പറയുന്നു അതെന്നെ കുറിച്ചാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നു. എന്റെ ചോദ്യം ഇപ്പൊ ഗൗതം പറയൂ അത് ആരെ കുറിച്ചാണ്? കാരണം അങ്ങനെ റിനി പറഞ്ഞത് പുള്ളിയെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല. വെറുതെ നമ്മളെന്തിനാ സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് ചർച്ച നിർത്താം. റിനി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണോ? ആണോ അല്ലയോ? രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാണല്ലോ ചർച്ച ചെയ്യുന്നത്. പിന്നെ കോൺഗ്രസ് എന്തിനാണ് പിടിച്ച് പുറത്താക്കിയത്? അതായത് റിനി വന്ന് വേറെ ആരെക്കുറിച്ചോ, ഗൗതം കൃഷ്ണയെ കുറിച്ചോ, രതീഷ് ചക്രവാണിയെ കുറിച്ചോ, എക്സിനെ കുറിച്ചോ അതിനെ കുറിച്ചോ. അപ്പൊ ഗൗതം വന്നൊരു കാര്യം പറയുന്നു. ആ പറയുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുറത്താക്കുന്നു, ഒരു പരാതി പോലും ഇല്ലാതെ. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് തലക്ക് ഭ്രാന്താണ്. ആണോ? എന്റെ പൊന്നു കോൺഗ്രസ് എന്തിനാ അത് ചെയ്തു? അതാണോ താങ്കളുടെ ചോദ്യം? ഗൗതം കറുത്ത കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ കണ്ണുകൾ മറക്കാൻ താങ്കൾ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താണെന്ന് അറിയുമോ? താങ്കളെ സംബന്ധിച്ചിടത്തോളം കള്ളം പറയാൻ വേണ്ടി താങ്കൾ മുൻകൂട്ടി തീരുമാനിച്ചു വന്നിറങ്ങിയിരുന്നാണ്. ഞാൻ ഈ കേരളക്കരയിലെ ഒരു മനുഷ്യനും വിചാരിക്കുന്നില്ല റിനി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചല്ല എന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ അപ്പൊ പോലും ആദ്യം മുതലേ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന, മറ്റേ ഈ പറയുന്ന പോലെ സിംഹത്തെ പോലെ ഗർജിക്കുന്ന, മറ്റേ റീലുകൾ ഇട്ട് എന്ത് ചെയ്യുന്ന, ആർമാദിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ഒരു റീലിട്ടാലും മതി. ഇതൊന്നും എന്നെ കുറിച്ചല്ല, ഇത് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇത് എന്റെ വോയിസ് ക്ലിപ്പ് അല്ല എന്ന് പറയൂ. ബാക്കി എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ പറയുന്നത് ഗൗതത്തിനെതിരെ ഒരു ആരോപണം വരുന്നു, ഗൗതത്തിനൊപ്പം ഞാൻ നിൽക്കണമെങ്കിൽ ഹൂ കെയർസ് എന്ന് വിളിക്കുന്ന അല്ല അങ്ങനെ പറയുന്ന ചില സൂചനകളൊക്കെ നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയെന്നാണ് റിനി പറഞ്ഞത്. അതെന്തോ വലിയ റിനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ റേപ്പ് ചെയ്തിരുന്നോ, എൻ്റെ നഗ്നചിത്രങ്ങൾ ചോദിച്ചിരുന്നോ ഒന്നും റിനി പറഞ്ഞിട്ടില്ല. അപ്പം ഇത്തരം വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഉദ്ദേശിച്ചത്. അത് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. താങ്കൾ ഈ പറയുന്ന കേട്ടാ തോന്നും ഇത് റിനി പറയുന്നത് പരിപൂർണമായിട്ടും സത്യമാണ് എന്നുള്ളത് അന്വേഷണ വിധേയമായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനല്ലാതെ ഒരു മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത്, അദ്ദേഹം തെറ്റുകാരനാണെന്ന് പൂർണ്ണ അർത്ഥത്തിൽ വിചാരണ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് മാധ്യമങ്ങൾ കോടതിയല്ല. ഓക്കെ, ഈ ഒച്ച കഴിഞ്ഞെങ്കിൽ ഞാൻ ബാക്കി സംസാരിക്കട്ടെ. താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, ഈ പ്രകടനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ ചർച്ചയിലിരുന്ന് അർണബ് ഗോസ്വാമി ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ വില കുറഞ്ഞൊരു അറ്റംപ്റ്റ് ആയിട്ടാണ്. അതോടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇത് എന്തുകൊണ്ടാണ് ഗൗതത്തിനുള്ള ആവേശമോ ആർജവത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പറ്റാത്തത്? നാളെ ഇവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഞാൻ അദ്ദേഹത്തിന് കയ്യടി കൊടുക്കുകയാണ് അങ്ങനെ പറയാതിരിക്കുന്നത്. കാരണം മറ്റ് മുൻ മാതൃകകളുണ്ട്. സ്വയം തന്നെ ന്യായീകരിച്ച് മെഴുകുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നു എന്നതിന് അദ്ദേഹത്തിന് കയ്യടി കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത് നിയമം അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അന്വേഷിക്കട്ടെ, കോടതിയിൽ പോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ നിയമപരമായിട്ട് ഞാൻ നേരിടുന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അന്വേഷിക്കട്ടെ എന്നാണല്ലോ. നിയമപരമായി നേരിടുമെന്ന് ഈ നാട്ടിൽ ഏത് പട്ടിക്കും പൂച്ചക്കും പറയാം. കാരണം എനിക്കെതിരെ കേസെടുത്താൽ, താങ്കൾക്കെതിരെ കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നല്ലാതെ ഞാൻ നിയമപരമായി നേരിടാതെ എൻ്റെ സൈന്യത്തെ ഉറക്കി മറ്റേ ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന് പറയൂ. എന്താണ് ഗൗതം പറയണത്? ഗൗതം ആദ്യം താഴേക്ക് ഇറങ്ങി നിന്ന് മറ്റേ കറുത്ത കണ്ണടകൾ ഊരി പച്ചയായി കണ്ണിനെ കണ്ടെത്തി കൃത്യമായിട്ട് സംസാരിക്കുക. ഇവര് നിയമപരമായി ഒരു മിനിറ്റ് എനിക്കെതിരെ ഗവൺമെന്റ് ഒരു കേസ് പറഞ്ഞെന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടാത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് മുറിയടച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, സാമാന്യ ബോധമുള്ള അരിഭക്ഷണം കഴിക്കുന്ന, ഈവൻ ഗോതമ്പ് കഴിക്കുന്ന ബംഗാളിക്ക് ഒരേ കാര്യം മനസ്സിലായി. ആ മനസ്സിലായതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തത്. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റേ നിയമപരമായി എന്ത് ചെയ്യും നേരിടുമെന്നൊക്കെ പറഞ്ഞാൽ, നിയമപരമായി ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും എന്ത് നേരിടാം. കാരണം റോബിൻ അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനല്ലാതെ ഈ നാട്ടിൽ ഈ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യനും ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ആണുങ്ങൾക്ക് മുഴുവൻ നിയമപരമായി ഇതെന്ത് ചെയ്യും, നേരിടൂ എന്നുള്ളത് എന്ത് ചെയ്യാം,
പറയാം, അതിനൊരു തെറ്റുമില്ല. പിന്നെ നിയമപരമായി നേരിടാതെ പിരിക്കാൻ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു മനുഷ്യന് കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വല്ല സൂയിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഇവിടുന്ന് ചാടി വല്ല ശ്രീലങ്കക്ക് നീന്തി രക്ഷപ്പെടണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് നിയമപരമായി എല്ലാവരും നേരിടേണ്ടി വരും. ഇതൊന്ന് ഭയങ്കര സൗണ്ടി പറഞ്ഞതുകൊണ്ടോ എന്നെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തുകൊണ്ടോ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടോ ഞാൻ സമ്മതിച്ചില്ല. ഇതിലെ സത്യാവസ്ഥ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. ഞാൻ തിരിച്ച് താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഐസ്ക്രീം പാർലർ പെൺവാണിഭം എന്ന് പറഞ്ഞൊരു പെൺവാണിഭം ഉണ്ടായിരുന്നു, ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് ഇപ്പോഴും ഇതായിട്ട് നിൽക്കുകയാണ്. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ അട്രോസിറ്റീസും ഈ പറഞ്ഞ മോശം പെരുമാറ്റവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക, ഉണ്ടായിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമ്മളെന്ന് പറയണം? നമ്മളങ്ങനെ പറയാൻ പാടില്ല, കാരണം അത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. അയാൾ ചെയ്തതെല്ലാം ഉഭയകക്ഷി. താങ്കളുടെ കുഴപ്പമെന്താണെന്നറിയാമോ? താങ്കളുടെ ഒന്നാമത്തെ കാര്യം, ഈ വിഷയം ഇത്രയും കത്തിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ വളരെ മോശപ്പെട്ടുള്ള ഒരു സദാചാര മൂല്യമാണ്. അല്ല, അത് മലയാളിക്ക് പല സദാചാര മൂല്യക്കുറവുണ്ടോ, പക്ഷെ താങ്കളുടെ അത്രയും മൂല്യക്കുറവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് താങ്കൾ വിചാരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജ് അയക്കുകയും അതിന് ഈ പറയുന്ന റിപ്ലൈ ചോദിച്ചു വാങ്ങുകയും അവരുടെ മുമ്പിൽ കിടന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് അന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് പോവായിരുന്നില്ലേ? ആ പെൺകുട്ടി ബ്ലോക്ക് ചെയ്ത് പോയി സുഹൃത്തെ. പക്ഷെ ആ പെൺകുട്ടി തിരിച്ചു എന്ന് പറഞ്ഞൊരു കമന്റ് നിങ്ങൾ വായിച്ചു നോക്കണം. അതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതികേട്. താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇവരെടുത്ത് പുകഴ്ത്തും. അതിന് ഗതികേടെന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരാളാണ്, ഇത്തരത്തിൽ നന്മയുടെ പ്രതീകമായിട്ടും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ സ്നേഹവും കരുതലും ഒക്കെയുള്ള ഒരാളായിട്ടും പ്രകീർത്തിക്കപ്പെടുന്നത് കണ്ടിട്ട് സഹിക്ക വയ്യാതെയാണ് ഞാൻ ഇത് വന്ന് പറയുന്നതെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞ. ആ പെൺകുട്ടി പറഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു എനിക്കിതിലൊരു പരാതിയില്ല, കാരണം ഇവരെ പോലെയുള്ള ആളുകളെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. ഇനി ഇതൊന്നും അല്ലാതെ ഒന്നിലധികം പേരെ ഗർഭിണിയാക്കിയിട്ടുള്ള ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെ റേപ്പ് ചെയ്യുന്ന നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അവരുടെ കൺസെന്റ് മേടിച്ചേക്കണത് അവരെ പോലെ ഈ പറഞ്ഞ പോലെ ദുർബലരായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തിട്ടാണ് അവരെ ഒരു വിശ്വാസം ഉണ്ടാക്കി കൺസെന്റ് മേടിച്ചേക്കണാണ്. അങ്ങനെ ദുർബലരായത് കൊണ്ട് തന്നെയാണ് SC/ST അട്രോസിറ്റീസ് വിഷയമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അവരുടെ വിശ്വാസം മേടിച്ചിട്ടാണ് കൺസെന്റ് മേടിച്ചിരിക്കുന്നത്. അവരെ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് എവിടെ പറഞ്ഞു? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇത് എവിടെ പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ആ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, ഈ പെൺകുട്ടികളെല്ലാവരും, ഈ പറഞ്ഞ പെൺകുട്ടികളെല്ലാവരും തന്നെ എന്തായിരുന്നു, സെക്സിന് വേണ്ടിയിട്ടും അതുപോലെ കാമം ഈ പറയുന്ന പോലെ ആവശ്യമുള്ളത് കൊണ്ടും അത് രാഹുലിന്റെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് പോയി പെട്ടതാണെന്നാണോ താങ്കൾ പറയണേ? ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇതാണോ താങ്കൾ പറയണേ? അല്ല, താങ്കൾ ഇത്ര മ്ലേച്ഛമായ രീതിയിൽ താങ്കളെ പോലെ വ്യക്തിഗത ആള് ഞാൻ അങ്ങനെ പറയുന്നത് അവതരിപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നമുക്കറിയില്ല. നമ്മുടെ പൊതുമധ്യ അത്തരത്തിലുള്ള തെളിവുകളൊന്നും നമുക്കറിയാം സുഹൃത്തെ. ഞാൻ പറയട്ടെ, ഈ ഒരു രണ്ട് ഫോൺ സംഭാഷണമാണല്ലോ രണ്ട് ഭാഗങ്ങളായിട്ട് അല്ല, രണ്ട് ഫോൺ സംഭാഷണമാണ്, ഒരേ ഫോൺ സംഭാഷണമാണ് രണ്ട് ഭാഗമായിട്ട് പുറത്തു വന്നത്. അതിൽ എവിടെയാണ് പറഞ്ഞത് നീ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ ചതി ചെയ്യുന്നു എവിടെയെങ്കിലും കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? പറഞ്ഞോളൂ. രാഹുലിന് വേണ്ടി തിളക്കുന്ന രക്തം അല്പം ശമിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറയാം, തണുത്തെങ്കിൽ ഞാൻ തിരിച്ചു പറയാം. ഒരു ഫോൺ സംഭാഷണം, ആ ഫോൺ സംഭാഷണത്തിൽ എന്താണ് പറയുന്നത്? ആ പെൺകുട്ടി പറയുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൽ കൃത്യമാണല്ലോ. ആ കുഞ്ഞ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയില്ല. എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ കൂട്ടുകാരികളോടും ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ മാറി താമസിക്കുകയാണ്. ഞാൻ പറഞ്ഞു, രക്തം തിളക്കല്ലേ. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ രക്തം തിളക്കും, കാരണം അടുത്തത് താങ്കളാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയണത് ഈ പറയുന്ന പോലെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടി പറയുന്നത് എന്താ, ഞാൻ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാനില്ല, ഞാൻ എൻ്റെ നാട്ടിൽ പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നാണ്. അപ്പോൾ പറയുന്നത് നീ എന്താ ഈ പറയുന്നത്, അങ്ങനെയൊന്നും നടക്കില്ല എന്നാണ് പറയണത്. എന്നിട്ട് പറയുന്നത് ഞാൻ നിന്നൊന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ്, എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കടാ. കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്ന അടുത്തൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡുകൾ വേണമെന്നാണ് ചോദിക്കുന്നത്. കൊച്ചിനെ കൊണ്ടുവന്ന് എനിക്ക് തന്നേക്കുന്ന പറയണം, കൊച്ചിനെ നിങ്ങൾ എന്ത് ചെയ്യും, കൊന്നുകളയായിരിക്കും എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനെയൊന്നും ലിറ്ററലി അതാണ് എനിക്ക് കഷ്ടമായിട്ട് തോന്നുന്നത്. അതിനെ നിങ്ങൾ പരിപൂർണമായിട്ട് ലിറ്ററലി സെൻസിൽ രാഹുൽ മാങ്കൂട്ടം കൊല്ലുമെന്നാണോ അതിൽ അർത്ഥമാക്കേണ്ടത്? കേട്ടില്ല. അതിലൊരു തമാശ രീതിയിൽ എനിക്ക് നിന്നെ കൊല്ലാനായിട്ട്, ആ രീതിയിൽ അതിലൊരു ലിറ്ററലി നിന്നെ കൊന്നുകളയുമെന്നോ യാതൊരു തരത്തിലുള്ള അർത്ഥവും അതിനില്ല. വളരെ കറക്റ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് അതിനെയൊക്കെ വെറുതെ വിവാദമാക്കി. അല്ലല്ല, അത് കറക്റ്റാ താങ്കൾ പറഞ്ഞു. ഇപ്പൊ താങ്കൾ അല്ല, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ എനിക്ക് ഞാൻ സറണ്ടർ ചെയ്യുന്നു.
കാരണം ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ആ ഗർഭിണിയായിട്ടുള്ള 4 മാസമായി എന്ന് പറയുന്നു. ഗർഭഛിദ്രത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രഷറൈസ് ചെയ്യുന്നു. പ്രഷറൈസ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ താങ്കൾ പറഞ്ഞൊരു പ്രഷറൈസ് ചെയ്യുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഷറൈസ് ചെയ്യുന്നില്ല ഗർഭചിത്രത്തിൽ. എനിക്ക് തോന്നിയിട്ടില്ല. പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഇല്ല, കാരണം അതിൽ പറയുന്നുണ്ട് ഇതില് നേരത്തെ നമ്മൾ ഇങ്ങനെയല്ലല്ലോ. ഗർഭചിത്രം നടക്കാൻ തണ്ട, ഞാൻ ഈ പറയുന്ന പോലെ ആ കൊച്ചിനെ വളർത്തിക്കോളാം, നിങ്ങളുടെ കാലത്തേക്ക് ഒരിക്കലും വരില്ല എന്ന് പറയുമ്പോൾ ഗർഭചിത്രം നടത്താൻ ഇവൻ നിർബന്ധിക്കുന്നതിന് താങ്കൾ എന്ത് തോന്നിയവാസ പേരിട്ട് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ എന്റെ മുമ്പിൽ എന്ന് പറയുന്നത് പറഞ്ഞാൽ രതീഷ് ഈ പറഞ്ഞ പോലെ വാക്ലിപ്പിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഓടിക്കളയുന്നത് നിങ്ങളെ തോന്നലാണ്. രണ്ടാമത്തെ കാര്യം അല്ല, ഞാൻ പറഞ്ഞു തീർത്തിട്ട് മതി. ഞാൻ രണ്ടാമത്തെ കാര്യം പറയട്ടെ. നിങ്ങൾ പറയുന്ന തോന്നിയാസത്തിന് അടുത്ത പറയുന്നത് വെച്ചാൽ താങ്കൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇതിനകത്ത് ഉണ്ടാവണം, വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. താങ്കൾ പറഞ്ഞത് അവര് തമ്മിൽ തമാശയായിട്ട് സ്വന്തം ഈ പറയുന്ന പോലെ എന്താണ് ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ആ പെണ്ണ് വളരെ ഈ പറയുന്ന പോലെ ഭയവിഹുലതകളോടുകൂടി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി എന്ന് ഇവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ നീ എന്നെ കൊല്ലും, നീ പറയുന്ന പോലെ കൊച്ചിനെ കൊന്നുകളയും എന്ന് പറയുന്നത് തമാശയാണോ ഗൗതം? ഒന്നാമത്തെ കാര്യം വളരെ സെൻസുള്ള ആളുകൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പരാമർശത്തെ ലിറ്ററലി സെൻസിൽ എടുക്കാനേ പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹം അതിൽ ലിറ്ററലി സെൻസിൽ എടുത്താലും ഇല്ലെങ്കിലും കോൺഗ്രസിനും സാമാന്യ ബോധമുള്ള മൂളയുള്ള ആളുകൾക്കും കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് സംരക്ഷിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് എന്ത് ചെയ്ത് പടിക്ക് പറഞ്ഞ കൃത്യം. ഒരു കേരളത്തിലെ ഒരു MLA ഇത്തരത്തിലുള്ള ഒരു കേസിൽ പുതിയ ബ്ലോക്കായി ഇരുത്താൻ കാര്യം എന്താണ്? എന്നിട്ട് ഈ പറയുന്ന പോലെ പ്രതിപക്ഷത്തെ ഒരു കോൺഗ്രസ് MLA പോലും വന്ന് നേരിട്ട് വന്ന് സംസാരിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അരിഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഞാനൊരു ചലഞ്ച് കൂടി ചെയ്യുന്നു. അങ്ങനെ ചങ്കൂറ്റമുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്ത് നോക്കട്ടെ, അടുത്ത 2026 അവിടെ സീറ്റ് കൊടുത്ത് നോക്കട്ടെ. സീറ്റ് കൊടുക്കാൻ താങ്കളും താങ്കളെ പോലെയുള്ള കുറെ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കേസ് കിട്ടുമ്പോൾ അതും ഇത് ഒന്നാണ്, എല്ലാവരും മോശക്കാരാണ്, എന്തുകൊണ്ടാണ് അതെന്ന് അറിയാം. കാരണം ഇത്തരത്തില് എപ്പോഴും പല രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങള് കോൺഗ്രസിന് മേൽ ചാർത്തി അവരെ തകർക്കാനുള്ള ശ്രമം ഇവിടെ കൃത്യമായിട്ട് ഭരണപക്ഷം കളിക്കുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനകീയനായ നേതാവിനെ എങ്ങനെ തകർക്കാൻ പിന്നീട് കോടതിയിൽ പോയപ്പോ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ട് ആളുകൾ ജാഗരൂകരാണ്. ഏതെങ്കിലും കള്ളത്തരത്തിൽ ഒരാളെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ആളുകൾ ജാഗരൂകരാണ്. അതാണ് താങ്കൾ ഈ പറയുന്നത്. ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ആളുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷിക്കാൻ ജാഗരൂകരാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ജാഗരൂകരല്ല. ഒരു കാര്യം, ഇനി ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ. ഭാഗ്യത്തിന് എനിക്ക് താങ്കളോട് നന്ദിയുണ്ട്. മദർ തെരേസയായിട്ടും ഗാന്ധിജിയായിട്ടും ഈ പറയുന്ന പോലെ എന്താണ് മറ്റു പലരുമായിട്ടും ഈ പുള്ളിനെ ഉപയോഗിച്ചില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന പോലെ എന്താണ് കൃത്യമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ വെച്ച് ഇത് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കണ്ട. കേരളത്തിൽ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിക്ക് നഷ്ടപ്പെട്ട മാന്യത അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുപോലെ ഒരു പോക്സോ കേസിലെ പ്രതിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ റേപ്പ് ചെയ്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ കാര്യത്തിലുള്ള കുഴപ്പമെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്നത് ബലപ്രയോഗം നടത്തി റേപ്പ് ചെയ്താൽ മാത്രമേ അത് തെറ്റാവൂവെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ഈ പറഞ്ഞ മാനിപ്പുലേറ്റഡ് കൺസെന്റ് മേടിക്കുന്നത് തെറ്റല്ലെന്നും വിചാരിക്കുന്ന താങ്കൾ ഈ പറയുന്ന പോലെ സമൂഹത്തിന് തന്നെ വീഴ്ചയാണ്. യഥാർത്ഥത്തിൽ ആ പുള്ളിനേക്കാൾ മുമ്പ് താങ്കൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. കാരണം മാനിപ്പുലേറ്റഡ് കൺസെന്റോടുകൂടി ഈ പരിപാടി ചെയ്യുന്ന എല്ലാവരും ഈ സമൂഹത്തിൽ ഒരു MLA ആയി നിൽക്കാൻ യോഗ്യനല്ല. മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണ് എന്ന് എങ്ങനെയാണ് നമ്മൾ വിധി എഴുതുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അറിയാൻ പാടില്ല. തുറന്നൊരു കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ പാടില്ല അത് മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണോ. കാരണം എന്തുകൊണ്ടാണെന്ന് വ്യക്തിപരമായി ഈ ഇവർ തമ്മിൽ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം പരിശോധന ഇതിന്റെ സംഭവം ഇത്രേ ഉള്ളൂ. ഇത് വേട്ടനായ്ക്കൾ ചരിത്രം എഴുതുമ്പോൾ ചരിത്രം എപ്പോഴും വേട്ടക്കാരനെ സ്തുതിക്കുമെന്ന് പറയുന്ന സ്പാനിഷ് പ്രോവർബ് ഉണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ വേട്ടനായ്ക്കളും കൂടി ചരിത്രം എഴുതുമ്പോൾ ഇവൻ മഹാനും ഈ പറയുന്ന പോലെ എന്താണ് ഈ ചിലപ്പോൾ ഗാന്ധിജിയേക്കാൾ മുകളിലും ആകും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഭാഗ്യത്തിന് എന്തേ ഉള്ളൂ, ഉമ്മൻചാണ്ടിക്ക് മുകളിലേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് എത്തിച്ചു വെച്ചോ. പക്ഷേ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തണ്ട എന്ന് മാത്രമേ ഞാൻ വിനീതമായിട്ട് താങ്കളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നു.